മനോജ് ടോക്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ ആരവം ഉണർന്നു കഴിഞ്ഞു. ഇന്നലെ നടന്ന ഒന്നാമത്തെ മത്സരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോകകപ്പിൻ്റെ എല്ലാ വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ആതിഥേയരായ മെക്സിക്കോയും ആഫ്രിക്കൻ ശക്തികളായ ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. ശക്തമായ മത്സരത്തിൽ കുറച്ച് കായികപരമായ അടവുകളും മറ്റും പരീക്ഷിക്കപ്പെട്ട ഒരു മത്സരത്തിൽ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചിരിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ വളരെ ശക്തമായ രാജ്യങ്ങൾ, അതായത് ദക്ഷിണ കൊറിയയും ചെക്കോസ്ലോവാക്യയും ഉണ്ട് എന്നുള്ളതും പ്രത്യേകം ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ ഈ മത്സരഫലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്ക് മുന്നിൽ കളിക്കുന്നു എന്ന ആനുകൂല്യം മെക്സിക്കോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 9-ാം മിനിറ്റിൽ തന്നെ അവർ ഗോൾ നേടുകയും ചെയ്തു. കിനാനിയോസ് ആണ് ഈ ലോകകപ്പിലെ ആദ്യത്തെ ഗോൾ സ്കോറർ എന്ന പദവിയിലേക്ക് ഉയർന്നു വന്നത്. വളരെ സമർത്ഥമായ ഒരു നീക്കത്തിലൂടെ കിനാനിയോസ് 9-ാം മിനിറ്റിൽ ഗോൾ ദക്ഷിണാഫ്രിക്കൻ ഗോളിയെ മറികടന്നുകൊണ്ട് പോസ്റ്റിലെത്തിച്ചു. രണ്ടാമത്തെ ഗോൾ വരുന്നത് 67-ാം മിനിറ്റിലാണ്. ഞാൻ നേരത്തെയുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഗ്രൂപ്പുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരുടെ പ്രധാനപ്പെട്ട കളിക്കാരനായിട്ടുള്ള റൗൾ ഹിമനസ് ആണ് ഈ ഗോൾ നേടി അവരെ വിജയത്തിലേക്ക് നയിച്ചത്. ഈ കളിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 3 കളിക്കാർ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി എന്നുള്ളത് ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ലോകകപ്പുകളിലൊക്കെ വളരെ തുച്ഛമായ റെഡ് കാർഡുകളെ റഫറിമാർക്ക് പുറത്തെടുക്കേണ്ടി വന്നിട്ടുള്ളൂ. എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ 2 കളിക്കാരും മെക്സിക്കോയുടെ 1 കളിക്കാരനും റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു. സ്ഥിതിവിവര കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബോൾ പൊസിഷനിൽ മെക്സിക്കോ 60%, അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക 40% ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മെക്സിക്കൻ ആക്രമണമാണ് നമുക്ക് കളിയിൽ കൂടുതലും കാണാൻ പറ്റിയത്. കാരണം മെക്സിക്കോയുടെ ശക്തമായ കാണികളുടെ പിന്തുണ അവരുടെ മത്സരത്തെ. കളിയുടെ മറ്റൊരു സവിശേഷത, മെക്സിക്കോയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന ബഹുമതി ഗിൽബർട്ടോ മോറ, 17-ാം വയസ്സ് അദ്ദേഹത്തിന് ഇപ്പോൾ പൂർത്തിയായതേയുള്ളൂ. അദ്ദേഹവും മെക്സിക്കോയ്ക്ക് വേണ്ടി ഈ മത്സരത്തിൽ അരങ്ങേറി.